നമ്മുടെ പാട്ടുത്സവത്തിൻ്റെ ചരിത്രം അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ ഈ കോവിലകത്തെ ഏറ്റവും പ്രായം ചെന്ന തമ്പുരാട്ടിയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. അതിൻ്റെ ചരിത്രങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. അത് നടക്കാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് തമ്പുരാട്ടിയോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. തമ്പുരാട്ടി, നമ്മളെ പാട്ടുത്സവം നമ്മളിവിടെ ഇത്രയും വലിയൊരു ആഘോഷമാണ് നമ്മുടെ നിലമ്പൂരിൻ്റെ. അപ്പോൾ അത് നടക്കാനുള്ള അതിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റും? പാട്ടുത്സവം ശരിക്കും പറഞ്ഞാൽ ഏറനാടിൻ്റെ ആഘോഷമാണ്. ഇവിടെ നിന്നുള്ള ഒരു കാരണവരെ എന്നും നമ്പോലക്കോട്ട് പോയി വേട്ടയ്ക്കന്നെ ഭജിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് പിന്നെ പ്രായാധിക്യം പോകാൻ വയ്യാത്തത് കൊണ്ട് വേട്ടയ്ക്കരനോട് പ്രാർത്ഥിച്ചു, നിലമ്പൂർ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്. അതിനായി അദ്ദേഹം ഞാൻ വരാം, പക്ഷെ എൻ്റെ സഹാക്കളായ ആദിവാസികളും കൂടെ വരും, അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോവുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വേട്ടേക്കരൻ ഇവിടെ വന്ന് കുടികൊണ്ടത്. ആദിവാസികൾക്ക് വേണ്ടി ഒരു പഠിപ്പുര തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അത്രമാത്രം സൗഹാർദ്ദത്തോടു കൂടിയാണ് അവരിവിടെ വന്നത്. ഈ പാട്ടുത്സവം അവർക്ക് വേണ്ടിയുള്ളതാണ്. എഴുന്നള്ളിപ്പ് പുറത്തുനിന്ന് വരുമ്പോൾ കണ്ടു തൊഴാനുള്ളൊരു അവസരവും അവർക്കുണ്ടായിരുന്നു. ഈ പാലച്ചോട് മുഴുവൻ ആദിവാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പഠിപ്പുര തൊട്ട് ഈ മുറ്റം മുഴുവൻ അടിച്ചു പൊളിച്ച് നാക്കുന്നൊരു പ്രകൃതി തന്നെ അവരുടേതായിരുന്നു. പിന്നെ വെളുത്തേടന്മാരായിരുന്നു തിരി കൊണ്ട് കൊടുത്തിരുന്നത്. മണ്ണാന്മാർ പന്തത്തിനുള്ള തുണി കൊണ്ട് കൊടുത്തിരുന്നു. ഭഗവാൻ എഴുന്നള്ളിച്ചു വരുന്ന മുറ്റം മുഴുവൻ വൃത്തിയാക്കിയിരുന്ന കുംഭാരന്മാരങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നടത്തുന്ന ഒരു ഉത്സവമായിരുന്നു. കൊടിമരം കൊണ്ടുവന്നിരുന്ന ആദിവാസികളായിരുന്നു. പാട്ടും പാടി നൃത്തം വെച്ചിട്ടാണ് അവരത് സ്തുതി പാടിയും കൊണ്ടാണ് അവർ കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നടത്തുന്ന ഒരു ഉത്സവമായിരുന്നു പാട്ട്. നായാട്ടിന് പോകാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാൻ എന്നുള്ള നിലയ്ക്കാണ് ഈ പാട്ടുത്സവം തുടങ്ങിയിരുന്നത്. ഇവിടെ നിന്നും വേട്ടയ്ക്കൻ്റെ അമ്പലത്തിൽ നിന്ന് മുൻപിൽ കാണുന്ന കരുവൻകാവ് എന്ന് പറയും, അവിടെ അമ്മയും അച്ഛനും കുടികൊള്ളുണ്ടെന്നാണ് സങ്കല്പം. അവിടെ പോയി അദ്ദേഹം അമ്മയുടെ അച്ഛൻ അനുഗ്രഹം വാങ്ങി നാട്ടുകാരെ കൂട്ടി നായാട്ടിന് പോവുക എന്നാണ് സങ്കല്പം. കളം വരയ്ക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരം എന്നാണ്. അത് പിന്നീട് നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളെ നീക്കട്ടെ എന്ന നിലയ്ക്കാണ് നാളികേരം അവിടെ പന്തീരായിരം കഴിക്കുന്നത്. ബേസിക്കലി അവിടെ നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് വരാൻ വേണ്ടി, അതായത് ആദിവാസികൾക്ക് കോയിലകളുള്ള ഒരു കണക്ഷനും കൂടിയാണ്. ഓണത്തിനുള്ള വേട്ടക്കാരുടെ വളരെ ഭക്തരാണ് അവരെ ഉപേക്ഷിക്കരുതെന്നാണ്. അപ്പോൾ അതങ്ങനെയാണ് ഈ പാട്ടുത്സവം എല്ലാവർക്കും ഒരു ആഘോഷമല്ലേ. അതെ, തീർച്ചയായിട്ടും. എല്ലാവർക്കും അന്നത്തെ ഒരു 6 ദിവസം എല്ലാവരും ഒരു ഉത്സാഹമായിട്ട് ഒന്നിച്ച് കൂടി കഴിയുമല്ലോ. അതൊരു ഏകതയാണ്. അന്നദാനമുണ്ട്. അന്നദാനമല്ല, പ്രസാദം വിട്ടാണ്. അതിന് എല്ലാവരും എത്തിച്ചു തരും. ഒരു ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും പ്രസാദം കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നത് കൊണ്ട് നടക്കുന്നുണ്ട്. വണ്ണം കുറഞ്ഞാലും കാലത്തിനനുസരിച്ച് വണ്ണം കുറഞ്ഞിട്ടുണ്ട്, എന്നാലും നടത്തി പോകുന്നുണ്ട്. ദൈവാനുഗ്രഹം. അതേപോലെ തമ്പുരാട്ടിനോട് ഞാൻ കേട്ടിട്ടുള്ള അറിവാണ്, നമ്മുടെ ഇവിടെ കോവിലകത്ത് നെഹ്റു എന്നൊരു ഓർമ്മ എന്താണെന്ന് പറഞ്ഞുതരാമോ? എനിക്കൊന്ന് 10-15 വയസ്സേ ആയിരുന്നുള്ളൂ. ചെറിയ കുട്ടിയായിരുന്നല്ലേ? 14 വയസ്സായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ ആഘോഷത്തോടു കൂടി അവിടെ വിളക്കും താലവും ഒക്കെ പിടിച്ചു നിന്നു. അതിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചു. പിന്നെ എനിക്ക് അന്ന് അദ്ദേഹത്തിനോട് ഓട്ടോഗ്രാഫ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വലിയച്ഛൻ്റെ മകളും കൂടി അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുമ്പോൾ അതിലൊരാൾ ചോദിച്ചു, എന്തിനാ കുട്ടികൾ ഇവിടെ കിടന്നു? മറ്റെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് പോയിരുന്നു. ഞങ്ങൾ രണ്ടാളും മാത്രമായി അവിടെ. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഓട്ടോഗ്രാഫ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പറഞ്ഞു. അതിനാണ് ഇപ്പോൾ ഇറങ്ങി വരും മോളിൽ കോണിത്തോട്ടിൻ്റെ ചോട്ടിൽ നിന്നോളും എന്ന് പറഞ്ഞു. ഞാനും ശ്രീദേവി എന്ന് പറയും, ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ നിന്നു. അപ്പോൾ നിമിഷം എനിക്ക് ദൈവം ഇറങ്ങി വരികയാണോ തോന്നിയാൽ ചുവന്ന് തൊടിച്ച കവളും ആ കുഞ്ചിലയോട് കൂടിയുള്ള വരവ് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. കിട്ടിയാൽ മാത്രം ആരാധനയായിരുന്നു. അപ്പോൾ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഇംഗ്ലീഷ് പറയേണ്ട തോന്നി.
ഹിന്ദി അത്രയ്ക്കൊന്നും അറിയില്ല, എന്നാലും ഞാൻ അപ്പം സൈൻ ചാഹിയെ എന്ന് പറയും. കയ്യിലുള്ള ഹിന്ദി വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ വേഗം തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു, എൻ്റെ കവിളൊക്കെ ഓക്കെ ഓക്കെ. ദൂങ്ക ബേട്ടി ദൂങ്ക എന്നിട്ട് അതൊക്കെ അങ്ങനെ ഓട്ടോഗ്രാഫ് മേടിക്കുന്ന ഒരു ഓർമ്മ എന്നുണ്ടായിരുന്നു ഇവിടെ. ഓക്കെ.